മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കുറച്ചുകൂടി പ്രകടമായി BJP വിമർശിക്കുകയാണ് RSS. യഥാർത്ഥ സേവകൻ അഹങ്കാരം പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന മോഹൻ ഭഗവത് ഇനിയെങ്കിലും മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ്. പ്രചാരണത്തിൽ ജനാധിപത്യത്തിന് അന്തസ്സ് ഹനിക്കപ്പെട്ടു. അസത്യപ്രചാരണ പങ്കിലമായി പോയ പ്രചാരണകാലം എന്നുകൂടി സ്വരം ഘടിപ്പിക്കുന്നുണ്ട് RSS. BJP നിങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള കാലാൾപ്പടയല്ല ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുകയാണ് RSS മുഖമാസിക ഓർഗനൈസർ. അയോധ്യയിലടക്കം നേരിട്ട പരാജയത്തിൽ ബ്രാൻ മോഡി തീർന്നു എന്ന് സ്ഥിരീകരിക്കുന്നു RSSും മോഹൻ ഭഗവതും. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ഷാഫി ചാലിയം, ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ രാഹുൽ ഈശ്വർ സമയത്തിനകം ചേരും. 4 പേർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ഷാബുലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ അങ്ങനെ നേർക്കുനേർ എന്താണ് കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി നേർക്കുനേർ ഇന്ന ആളുടെ പേരെടുത്ത് RS ഒരു കാലവും പറയാറില്ല, ഇന്നും അതില്ല. അതായത് ഇപ്പോൾ രാജ്യം ഇതുവരെ കാണാത്ത അങ്ങേയറ്റം മലീമസമായ വിദ്വേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നടത്തിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ RSS പറയുന്നു പ്രചാരണ രംഗം മര്യാദയില്ലാത്തതായി, അന്തസ്സില്ലാത്തതായി, യഥാർത്ഥ സേവകന് ധാർഷ്ട്യം അഹങ്കാരം പാടില്ല, പ്രതിപക്ഷത്തെ കേൾക്കണം, അവർ ശത്രുക്കളല്ല. ഇത് BJPയെയും മോദിയെയും തിരുത്താൻ ശ്രമിക്കുന്നതാണോ, അതോ മോദി എന്നൊരു പ്രഭാവലയം ഒറ്റ രാത്രിയിൽ വീണിയുടഞ്ഞു, ഇനി അദ്ദേഹം നിതീഷിനെ പോലെ, ചന്ദ്രബാബു നായിഡുവിനെ പോലെ, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായി എന്ന RSS തിരിച്ചറിവാണോ ശ്രീ ഷാബു പ്രസാദ്? എന്തായാലും ഹാഷ്മിയുടെ ആ പ്രയോഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഇനിയും കാര്യത്തിലേക്ക് വരാം. മോഹൻജി ഭഗവത് ഇവിടെ നടത്തിയ ആ സ്പീച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ തൃതീയ വർഷ സംഘശിക്ഷാ വർഗിൻ്റെ സമാപനത്തിൽ, ഈ തൃതീയ വർഷ സംഘശിക്ഷാ വർഗം എന്ന് പറയുന്നത് നാഗ്പൂരിൽ എല്ലാ വർഷവും മുതിർന്ന കാര്യകർത്താക്കൾക്ക് വേണ്ടി, അതായത് പ്രാന്തീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾക്കും പ്രചാരകന്മാർക്ക് വേണ്ടിയിട്ടും നടത്താറുള്ള ശിബിരമാണത്. പ്രഥമ വർഷമുണ്ട്, ദ്വിതീയ വർഷവുമുണ്ട്. ഇപ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കും, കേരളത്തിലും നടന്നിട്ടുണ്ട്. ഇത്തവണ തൃതീയ വർഷം നാഗ്പൂരിൽ മാത്രമാണ് നടക്കുക. ആ നാഗ്പൂരിൽ നടന്ന തൃതീയ വർഷ സംഘശിക്ഷാ വർഗിൻ്റെ സമാപനത്തിൽ മുതിർന്ന കാര്യകർത്താക്കളോടായി നടത്തിയ അഭിസംബോധനയാണ് അത്. ആ അഭിസംബോധനയിൽ ഒരു കാര്യകർത്താവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറയാനും ഉപദേശിക്കാനുമുള്ള ആ ബാധ്യത ആ സംഘടനയുടെ നേതാവിനുണ്ട്. എല്ലാ വർഷവും നടക്കാറുള്ളതാണത്. അതൊന്ന്. ഇനി മറ്റൊന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് BJPയുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിനേക്കാളൊക്കെ ഉപരി RSSൻ്റെ പ്രചാരകനാണ്. 1970 മുതൽ ഇന്നേക്കിപ്പോൾ 54 വർഷമായി RSSൻ്റെ മുതിർന്ന പ്രചാരകനാണ്. ഈ നരേന്ദ്രമോദിയും മോഹൻജി ഭഗവതും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഇക്വേഷൻ, ആ ബന്ധത്തിൻ്റെ ആഴം ഒന്നും നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അല്ല ഷാബു, ഒരു ചോദ്യം അതുകൊണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫോൺ കോളിൽ നരേന്ദ്രമോദിയുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മോഹൻ ഭഗവത് അഹങ്കാരം ഒഴിവാക്കണം, രാജ്യത്തെ പ്രചാരണം മലീമസമായി, പ്രതിപക്ഷത്തെ ശത്രുപക്ഷത്ത് കാണരുത് എന്നൊക്കെ രാജ്യത്തോടായി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യം അറിയണം എന്നുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ബ്രാൻ മോദി എന്ന് പറയുന്ന RSS പരീക്ഷണം അവസാനിച്ചു എന്ന ബോധ്യത്തിലാണോ അത് രാജ്യം അറിയണം എന്ന RSSന്റെ മോഹൻ ഭഗവതിന് താല്പര്യം? ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ നേരിട്ട് മോദിയെ വിളിച്ച് പറയാവുന്നേ ഉള്ളൂ മോഹൻ ഭഗവതിന്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആ മോഹൻജി ഭഗവതിന് RSSന് BJPയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള വേദികളുടെ ഒന്നും ആവശ്യമില്ല. അതവിടെ നിൽക്കട്ടെ, അത് അങ്ങനെ നിൽക്കും. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് തെരഞ്ഞെടുപ്പ് വിദ്വേഷ പ്രചാരണങ്ങളാൽ മലീമസമായി എന്നത് മോഹൻജി ഭഗവത് പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. പക്ഷേ അത് അത് ആ ആഹ്വാനം, അതിൻ്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഈ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട്, അതായത് ഇവിടെ ഞാൻ പറയുന്നു, അതായത് പറഞ്ഞല്ലേ, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ CAA എന്ന ഒരൊറ്റ നിയമം കൊണ്ട് ഈ 10-25 കോടി വരുന്ന ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകുന്നു, നാടുകടത്താൻ പോകുന്നു, അവരുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഭീതി പടർത്തിക്കൊണ്ടുള്ള പ്രചരണം ഈ നാട്ടിൽ നടന്നു.
ജാതി വേർതിരിവോടുകൂടി ഇവിടെ മോദി അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ സംവരണം ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും ഭീതിയുടെയും അന്തരീക്ഷം ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. അതൊന്നും മോഹൻ ഭഗവത് പറയുന്നില്ല. മോഹൻ ഭഗവത് ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവനകൾ എന്താണ് അസത്യഭംഗമായ പ്രചരണങ്ങൾക്ക് ശേഷം പറഞ്ഞു തുടരുന്ന എന്താണ് നടന്നിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിദ്വേഷ പ്രചരണം നടന്നു എന്ന് പറയുന്നൊരു തുടർച്ചയിൽ പറയുന്നത് എന്താണ്? അല്ല, എന്ന് പറയുന്നൊരു തുടർച്ചയിൽ പറയുന്നത് പ്രതിപക്ഷം എന്നുള്ളത് വിരോധികളല്ല, പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വേണ്ടതാണ്, അവർ ശത്രുക്കളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രതിപക്ഷമാണ് ഈ പറയുന്ന പണിയൊക്കെ ചെയ്തതെന്ന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതെ പ്രതിപക്ഷം പറയുന്ന കേൾക്കൂ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആ രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല കാണേണ്ടത്. RSS പറയുമ്പോൾ അങ്ങനെയല്ല. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഹാഷ്മി എൻ്റെ പ്രതിപക്ഷമാണ്. ഇവിടെ ഷാഫി സാഹിബ് ഇരിക്കുന്നു, അദ്ദേഹം എൻ്റെ പ്രതിപക്ഷമാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തിരിച്ചും ശരി. ഇവിടെ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം നരേന്ദ്രമോദിയാണ്. ശരി. അല്ല, ഞാൻ പറഞ്ഞ RSS എല്ലാ കാലം നടന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ കൂടിയും നഷ്ടപ്പെട്ടത് എങ്ങനെ ഇല്ലാതായി എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണത്. റാം മാധവ് RSSന്റെ നേതാവാണ് എന്ന കാര്യം അങ്ങേക്ക് തർക്കമില്ലല്ലോ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. താങ്കൾ വായിച്ചിട്ടുള്ളതാണ് എൻ്റെ അറിവ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് ഹൗവർ ദ സിറ്റുവേഷൻ വായിച്ചില്ല, ഞാൻ അയച്ചുതരാം അങ്ങേക്ക്. The victory of Narendra Modi led NDA for third time will be parliamentary record. However, the situation calls for greater accommodation and responsible politics from both sides. Mahatma Gandhi is remembered for many things, but he was first to introduce coalition politics in the pre-independence era. His success lay in humility and civility, qualities that the Indian polity is dire need of. Coalitions are great levelers. Hope we witness the restoration of those virtues in our polity in the coming years. എന്ന് പറഞ്ഞാൽ പോയ 10 വർഷങ്ങളിൽ നഷ്ടമായ ഈ പറയുന്ന നല്ല ഗുണങ്ങൾ സഖ്യരാഷ്ട്രീയത്തിലൂടെ മടങ്ങിക്കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് റാം മാധവ്. കുറച്ചുകൂടി നേരിട്ട് പറയുകയാണ് അക്കാര്യം. അതെ അതിന്റെ തുടർച്ചയിൽ തന്നെയാണ് സാർ മോഹൻ ഭഗവത് എന്ന് പറയുന്നത്. 10 വർഷം BJPയുടെ പറയുന്ന കേൾക്കൂ. നരേന്ദ്രമോദിയുടെ ഭരണം മാത്രമല്ല ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ ഭരണം മാത്രമല്ല ഈ രാജ്യത്ത് നടന്നത്. അതിഭീകരമായ രീതിയിലുള്ള വിദ്വേഷ ചാരണങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള വൃത്തികെട്ട പ്രചാരണങ്ങളും ഈ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായതാണ്. എന്താണ് സാർ? സഖ്യ സർക്കാരിനെ പ്രകീർത്തിക്കുകയാണ് റാം മാധവ് ആ ലേഖനത്തിൽ. കോൺഗ്രസിന്റെ നേട്ടം നിങ്ങൾ ചെറുതായി കാണരുത്, കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുകയാണ് റാം മാധവ്. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാർ നഷ്ടപ്പെട്ട വെർച്വൽ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കടുത്ത ഏകാധിപത്യം അവസാനിച്ചു എന്ന ആശ്വാസം റാം മാധവ് പറയുകയാണ്. ഇത്തവണത്തെ ജനവിധി എന്നത് ഒരു കോയലിഷൻ ഗവൺമെന്റിനുള്ളതാണ്. അതിനെ എല്ലാ വിനയത്തോടും കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യുന്നത്. ഇവിടെ നടന്ന ഏകാധിപത്യമാണെന്ന് നിങ്ങൾ വായിച്ചത്. രാം മാധവ് 10 വർഷം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ്. മഹാത്മാഗാന്ധിയുടെ വിജയം ഹ്യൂമിലിറ്റിയും സിവിലിറ്റിയുമാണ് എന്ന് പറഞ്ഞാൽ വിനയവും പൗരബോധവുമാണ്. His success lay in the humility and civility, qualities that the Indian polity is in dire need of. Coalitions are great levelers. Hope we witness the restoration of those values in our polity in coming years. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാരുകൾ ഗ്രേറ്റ് ലെവലേഴ്സ് ആണ്. അത്തരത്തിലുള്ള വിർച്യൂകളെ തിരിച്ചു പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ സഖ്യ സർക്കാരിന്റെ കീഴിൽ നഷ്ടമായ വിർച്യൂസ് തിരിച്ചു പിടിക്കാൻ നമുക്ക് സഹായകരമാകട്ടെ എന്ന് പറഞ്ഞാൽ പോയ 10 വർഷത്തേക്കാളെ കുറിച്ചല്ലേ പറയുന്നത്? പിന്നെ വേറെ എന്താണ് പറയുന്നത്? അതല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പോയ 10 വർഷക്കാലം നടന്ന ഭീകരമായ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമല്ലേ രാം മാധവിന്റെ വാക്കുകളിൽ ഉള്ളത് എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം
അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയെങ്കിലും ഈ ആ വിദ്വേഷത്തിന്റെ നാളുകൾ ഇനിയെങ്കിലും അവസാനിക്കട്ടെ എന്ന പ്രത്യാശയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. അതാണ് വേണ്ടതും. തർക്കമുള്ളത് എന്താണ് അതിന്റെ അകത്ത് ഇത്ര തർക്കമുള്ളത്? ആർക്കാണ് ഇതിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാനിപ്പോഴും പറയുന്നു ഈ രാജ്യത്ത് വീണാൽ പോലും വെങ്കയ്യ നായിഡു പറയുന്നു ഇത് ഒരു പാഠമാണ്, ലെസൺ ആണ് എന്ന് പറയുന്നു. വെങ്കയ്യ നായിഡുവും RSS BJP ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. RSS എന്ന് പറയുന്നു. റാം മാധവ് പറയുന്നു ഇത് പോയ വെർച്ചുകൾ തിരിച്ചു പിടിക്കാനുള്ള കാലമാണെന്ന് പറയുന്നു. RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പറയുന്നു അഹങ്കാരം നല്ലതല്ലെന്ന് പറയുന്നു. ഇതൊന്നും നരേന്ദ്രമോദിക്ക് BJPക്കുമുള്ള ഏതെങ്കിലും തരത്തിൽ സൂചനകളല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഓക്കെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, അംഗീകരിക്കുന്നു. ഷാഫി ചാലിയം ഇത് ഒരു കാര്യം ഞാൻ പറയാം. മോഹൻജി ഭഗവത് ഈ രാജ്യത്തോടായും മുതിർന്ന കാര്യകർത്താക്കളോടായും നടത്തിയ ഉപദേശ രൂപേണയുള്ള പ്രസ്താവനയാണത്. അതിൻ്റെ അകത്ത് യാതൊരു അരോചകത്വമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നരേന്ദ്രമോദിക്കുള്ള മുന്നറിയിപ്പാണ്, നരേന്ദ്രമോദിക്കുള്ള വാണിംഗ് ആണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അറിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്ന ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖമാസികയിൽ കുറച്ചുകൂടി നേരിട്ട് ആക്രമിക്കുന്ന ഒരു ലേഖനം കൂടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നഡ്ഡ പറഞ്ഞില്ലേ RSS ഹെൽപ്പ് ചെയ്യാൻ വേണ്ട എന്ന് പറയുന്നില്ലേ? RSSന്റെ മുഖമാസികയിൽ കുറച്ചുകൂടി നേരിട്ട് മോദി ആക്രമിക്കുന്നുണ്ട്, BJP ആക്രമിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കണം. മനസ്സിലായി. RSSന്റെ മുഖപത്രത്തിൽ ഓർഗനൈസറിലെ ലേഖനം ഞാൻ വായിച്ചതാണ്, രത്തൻ ശാരദയുടേത്. RSSന്റെ മുഖപത്രങ്ങളിൽ എല്ലാ അഭിപ്രായങ്ങൾക്കും അവിടെ സ്ഥാനം കൊടുക്കാറുണ്ട്. ഇവിടെ കേരളത്തിൽ കേസരിയിൽ കൊടുക്കാറുണ്ടല്ലോ, വിരുദ്ധാഭിപ്രായങ്ങൾ വരാറുണ്ടല്ലോ, വിമർശനാത്മകമായ ലേഖനങ്ങൾ വരാറുണ്ടല്ലോ. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ കേസരിയിൽ വിമർശനാത്മകമായിട്ട്. അതിന് സ്ഥാനമുണ്ട്. രത്തൻ ശാരദ BJPക്കാരൻ പോലും അല്ല. രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? ഹാഷ്മി, ഞാനതാ പറഞ്ഞത്. ഇല്ല, എനിക്ക് സംശയം. എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഹാഷ്മി, RSSന്റെ കേരളത്തിലെ മുഖപത്രമായ കേസരിയിൽ വിമർശനാത്മകമായ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ റെഗുലറായി കേസരിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് സ്ഥാനമുണ്ട് ഇവിടെ. അഭിപ്രായങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ ദേശാഭിമാനിയെയും വീക്ഷണത്തെയും ഒക്കെ കാണുന്നത് മാതിരി ഇതിനെ കാണുന്നതിനുള്ള നിങ്ങളുടെ കുഴപ്പമാണിത്. RSSന്റെ മുഖപത്രത്തിൽ RSSനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ BJPയെ പ്രകീർത്തിക്കുന്ന ലേഖനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിങ്ങളുടെ ഒരു പെർസെപ്ഷന്റെ കുഴപ്പമാണത്. അതിനും മറ്റുള്ളവരെന്തോ പഴിച്ചു. ഷാഫി ചാലിം ഇവിടെ മോദി കാ പരിവാർ എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങൾ മാറ്റൂ എന്ന് പറയുകയാണ്. നരേന്ദ്രമോദി നേരിട്ട് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മോദിയുടെ കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഒഡീഷയിൽ എവിടെ നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ഈ രാജ്യത്തെ 148 കോടി മനുഷ്യരും മോദിയുടെ കുടുംബമാണ് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. എന്തായാലും മോദി ഇപ്പോൾ തിരിച്ചറിയുന്നു ഇത് മോദിയുടെ കുടുംബമല്ല, ഇന്ത്യ സഖ്യത്തിന് മൊത്തത്തിലുള്ള കുടുംബമാണ് തിരിച്ചറിയുന്നത്. നല്ല കാര്യം. ശ്രീ ഷാഫി ചാലിയം, ഇന്ന് മോഹൻ ഭഗവത് മണിപ്പൂരിലേക്ക് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ കത്തുകയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കണമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ അത് വരുന്നില്ല എന്ന് വേദനിക്കുകയാണ്. ശ്രീ ഷാഫി ചാലിയം, മണിപ്പൂരിൽ ഇപ്പോൾ തുടങ്ങിയ കത്തലല്ല, വർഷം ഒന്നായി കത്തുകയാണ്. കലാപം, കൊള്ളിവെപ്പ്, കൂട്ടബലാത്സംഗം, കൂട്ടക്കൊലകൾ, വഴിനീള പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിയ ആ ദൃശ്യം കൊണ്ട് രാജ്യം നീറിയതാണ്. എന്തിന്? കാർഗിലിൽ രാജ്യത്തിനു വേണ്ടി ആയുധമെടുത്ത് പോരാടി രാജ്യത്തെ കാത്ത സൈനികൻ്റെ ഭാര്യയെ നഗ്നയാക്കി നടത്തിയവിടെ. അതിലൊന്നും അപ്പോൾ ആശങ്ക തോന്നാത്ത RSSന്, അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ ചർച്ച് ബാക്ക്ഡ് കലാപമാണെന്ന് ഇതേ ഓർഗനൈസർ എഴുതിയ RSSന് ഇപ്പോഴെന്താണ് ആശങ്ക? മോദി കിട്ടുന്ന കൊടുക്കാം എന്നതിനപ്പുറം ഒരു ആത്മാർത്ഥ സമീപനമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ ഷാഫി ചാലിയം? അല്ല, മോഹൻ ഭാഗവതിൻ്റെ ഈ പരാമർശം അത് ഇവിടെ നമ്മുടെ സാബു പ്രസാദ് ചട്ടൻ വല്ലാതെ വേർക്കുകയാണ്. അത് ഈ NRCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ ആളുകൾ നടത്തിയ പ്രസംഗമായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന ഒരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഇത് കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. പക്ഷേ ഈ രാംമാധവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്ന ലേഖനവും അതുപോലെ തന്നെ രത്തൻ ശർദ്ധ ഓർഗനൈസറിൽ എഴുതിയ ലേഖനമുണ്ട്, മോഡി 3.0 കൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ. ഈ രണ്ട് ലേഖനവും വായിച്ചിട്ട്
എന്ത് ചെയ്യണം? മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. അപ്പോഴാണ് മോഹൻ ഭാഗവത് എയിം ചെയ്തത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ ആനക്കൊമ്പും ചന്ദനമരവും വെട്ടരുതെന്ന് പറഞ്ഞ് വീരപ്പൻ വന്നാൽ എന്താ സംഭവിക്കുക? അതിന് തുല്യമായ ഒരു രംഗമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് എന്തെല്ലാം കൊടും ക്രൂരതകൾ അരങ്ങേറി. ഈ മോഹൻ ഭാഗവതോ അദ്ദേഹത്തിൻ്റെ സംഘടനയോ അപലപിച്ചോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ നരേന്ദ്രമോദിയുടെ തുടക്കം തന്നെ നോക്കൂ, 10,000-ഓളം മനുഷ്യരെ ഗുജറാത്തിൽ കൂട്ടക്കുരുതിക്കിടയാക്കി. ഒരു ജനപ്രതിയായ പാർലമെൻറ്റ് അംഗത്തെ കത്തിച്ചു. എവിടെയെങ്കിലും അപലപിച്ചോ? അതുപോലെ തന്നെ നമുക്കറിയാം, ജസ്റ്റിസ് ലോധയെ അമിത്ഷാക്ക് ഒരു സമൻസ് നോട്ടീസ് അയച്ചു എന്നൊരൊറ്റ കാരണത്താൽ ആ ഒരു ജസ്റ്റിസിന് വരെ കൊല്ലപ്പെട്ടു. അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ? ഗുജറാത്തിൽ തന്നെ തങ്ങളുടെ എതിരാളിയായ BJP-യിലെ തന്നെ സീനിയറായ നേതാവിനെ കൊന്നു. ആ കേസ് എവിടെയെങ്കിലും എത്തിയോ? ഇല്ല. എത്ര മനുഷ്യന്മാർ അകത്തിട്ടിരിക്കുന്നു. ആ സഞ്ജയ് ദത്ത് പോലുള്ള ഒരുപാട്, സഞ്ജീവ് ഭട്ടിനെ പോലുള്ള എത്ര ആളുകളെ കൊണ്ട് അകത്തിട്ടിരിക്കുന്നു. എന്തിനേറെ കഴിഞ്ഞ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ ഒരു ദേശീയ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി ആ പുൽവാര 40 സൈനികരുടെ ജീവൻ, ആ ജീവൻ നമുക്കറിയല്ലോ. ഈ പിന്നെ പഴയ ജമ്മു കാശ്മീർ ഗവർണർ ഇവരുടെ ഒറ്റ തോഴനായിരുന്നല്ലോ അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ ഭാഗവത് ഇവിടെ നാട്ടിലില്ലേ? അപലപിച്ചോ? എന്തെല്ലാം സംഭവം ഉണ്ടായി? മണിപ്പൂർ മാത്രമാണോ? എന്തെല്ലാം ഇത് വീട് കത്തി അരിഞ്ഞതിന് ശേഷം ഫയർഫോഴ്സ് വണ്ടി വന്നതുപോലെയാണ് മോഹൻ ഭാഗവതിൻ്റെ ഇപ്പോഴത്തെ ഈ പിന്നെ ലോഞ്ചിങ്. എന്തെല്ലാം ക്രൂരതകൾ ഇവിടെ അരങ്ങേറി. എന്തെങ്കിലും ഇവിടെ അപലപിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു മാത്രമല്ല, ആ മൃതദേഹം പോലെ ആ കുടുംബത്തിന് കൊടുക്കാതെ ആ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് കത്തിച്ച് കളഞ്ഞു. ബോഡി പോലും കൊടുക്കാതെ. അമേരിക്ക സദ്ദാം ഹുസൈനോട് ചെയ്തതുപോലെ ആ ബോഡി പോലും കുടുംബത്തിന് കൊടുത്തില്ല. അതിന് തുല്യമായ രീതിയിൽ ഇറച്ചിന്റെ പേരില്ലേ? അല്ല ഷാഫി ചാലിം, ഇവിടെ ആർട്ടിക്കിൾ 370 ഇവിടെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ പറയുന്ന RSSന്റെ ചിരകാല സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രി കൂടിയാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാലയളവിൽ അത് എത്രത്തോളം പറ്റും എന്നത് ചോദ്യമാണെങ്കിലും ഇപ്പോൾ കിട്ടിയ 10 വർഷം ക്ലിയർ മാൻഡേറ്റ് ചെയ്തു കൊടുത്ത ആളാണ്. അപ്പോൾ അയാളോട് എന്തിനാണ് RSSനും ഭാഗവതിനും ഇത്ര ദേഷ്യം ഉണ്ടാവേണ്ട കാര്യം? ഞാൻ ചോദിക്കട്ടെ, മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും എനിക്ക് കൂടുതൽ അറ്റൻഷൻ ഉണ്ടായ ഒരു ഭാഗത്താണ് സ്വയം സേവകൻ എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവൻ ആകണം. ഒരു ഡെഫിനിഷനാണ്. സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം ഈ RSSന്റെ പ്രവർത്തകർ പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു സ്വർഗരാജ്യമല്ലേ? മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാകണം ഒരു RSSകാരൻ. ഈ രാജ്യത്ത് RSS ചെയ്ത് കൂട്ടിയ കൊടും ക്രൂരതകളൊക്കെ എടുത്തു നോക്കിങ്ങൾ അങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമോ? പിന്നെ മാത്രമല്ല, ഈ മോഹൻ ഭാഗവതിൻ്റെ ഞാൻ സാബു ചേട്ടനോട് ചോദ്യം ചോദിക്കുക. മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു അയോധ്യ കഴിഞ്ഞതോടുകൂടി വലിയൊരു സമാധാനം ഉണ്ടാക്കുന്ന, ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ആളാണ് മോഹൻ ഭാഗവത്. അയോധ്യ കഴിഞ്ഞതോടുകൂടി ഇനി പള്ളിൻ്റെ അടിയിൽ പോയിട്ട് ആരും വിഗ്രഹം തരേണ്ടതില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അത് നമ്മളേതൊരു ചർച്ചയിൽ തന്നെ ഉണ്ട്. കാരണം വലിയൊരു ആശ്വാസം അത് അവിടെ ആ ചാപ്റ്ററാണ് കഴിഞ്ഞു. ഇനി അത് മറന്നേക്കാം. ഇനി ആരും പള്ളിൻ്റെ അടിയിൽ പോയിട്ട് ഗവേഷണം നടത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അനുയായികൾ കേട്ടോ? പോയില്ലേ കോടതിക്ക്? ജാൻവാബി, ആ വാബി, മറ്റേ പള്ളി, മധുര പള്ളി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ കൽപ്പിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല ഈ പരാമർശങ്ങളൊക്കെ ഒരു നിരാശയിൽ നിന്നുള്ള 100 വർഷം RSS ഉണ്ടാക്കിയിട്ട് 100 വർഷം പിന്നിടുമ്പം ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാവും എന്ന അവരുടെ ആഗ്രഹ സഫലീകരണം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ജനസമൂഹം തകർത്തു കളഞ്ഞു. അവിടെയാണ് പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഗെയിമാണത്. ഇത് ഇനി മോദിയെ വെച്ച് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഇവർക്ക് ബോധ്യമാണ്. അപ്പം മോഡി ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനമായിട്ട് മാറി എന്ന തോന്നലിൽ നിന്നാണ് ഇനി RSSന്റെ ആഗ്രഹ സഫലീകരണം മോഡിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യമല്ലെന്ന ഒരു അത്തരം ഒരു ബോധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന കുറെ കാലങ്ങളായി നടത്തുന്ന ഇത്തരം ഞാൻ പറഞ്ഞില്ല പൊരുത്തപ്പെടാത്ത ഇത്തരം ഒരുപാട് വാദനങ്ങൾ. അതായത് ആരെയും വേദനിപ്പിക്കുന്നവൻ RSS അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ഇവിടെ നടക്കുന്നത് എന്താണ്? എന്തിനേറെ പറയുന്നു? ഇപ്പോഴത്തെ മന്ത്രിസഭ എടുക്കുക. ഇന്ത്യ രാജ്യത്ത് ഏകദേശം സെൻസസ് നടത്തി 20% ഉള്ള ഒരു സമുദായമാണ് ഇന്ത്യയിലെ 2ാമത്തെ സമുദായ മുസ്ലിങ്ങൾ. സാബു ചേട്ടൻ ഒറ്റ ചോദിക്കട്ടെ, 70-ലേറെ മന്ത്രിമാരുണ്ടായിട്ട് ഒരു സഹമന്ത്രിയെങ്കിലും ആ സമുദായത്തിന് കൊടുത്തൂടെ?
എന്ത് തെറ്റാണ് ഈ സമുദായം ഈ രാജ്യത്തോട് ചെയ്തത്, നിങ്ങളോട് ചെയ്തത്? നിങ്ങളാൽ ആക്രമിക്കപ്പെടുകയല്ലാതെ ഒരു പ്രാതിനിധ്യം പോലും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? എല്ലാവർക്കും ഇടം കൊടുക്കേണ്ട, എല്ലാവരെയും പരിഗണിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമല്ലേ? ആ രാജ്യത്ത് ഒരു 70-ലധികം മന്ത്രിമാരുണ്ടായിട്ട് ഒരു സഹമന്ത്രി പദം പോലും നിങ്ങൾ കൂടെ അബ്ദുള്ള കുട്ടി പോലെ കുറേ ആളുകളുണ്ടല്ലോ, കൊറോണത്തിന് കൊണ്ട് നടക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു പ്രതിനിധി, ഇത് ശരിയാണോ? നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കൃത്യവും വ്യക്തമായ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ശരി, താങ്കൾ വേറൊരു വിഷയമാണ്. ഞാൻ ഷാബുലിന്റെ മറുപടിക്ക് എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നമ്മൾ എന്തൊക്കെ കേട്ടു വന്നേ, ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഇപ്പം മംഗലസൂത്രം പൊട്ടിച്ചെടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കുമെന്ന് ബെൻസ്വാഡയിൽ പറഞ്ഞു തുടങ്ങി. ആ വർത്തമാനത്തിൽ ബെൻസ്വാഡ തോൽപ്പിച്ച് കൈ കൊടുത്തു, വേറെ കാര്യം. പിന്നെ അത് വീണ്ടും ആവർത്തിക്കാൻ കൊള്ളാത്തത്ര എത്ര വർത്തമാനങ്ങൾ മതാടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നു, രാജ്യത്തെ പൗരന്മാരെ ഗുസ്പേട്ടുകളെന്ന് വിളിക്കുന്നു, പ്രതിപക്ഷം മുജ്റ എന്ന നഗ്നനൃത്തം കളിക്കുന്നവരാണെന്ന്, അങ്ങനെ എന്തൊക്കെ നമ്മൾ കേട്ടു. അതിൻ്റെയൊക്കെ അതേ തീവ്രതയിൽ രാജ്യം അതിന് മുനയൊടിച്ചത് വേറെ കാര്യം. പക്ഷേ രാജ്യത്തിൻ്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഏടായി ചരിത്രത്തിൽ അത് കറുത്ത് കിടക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാര്യം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്രത്തോളം വിദ്വേഷമുണ്ടായ ഒരു പ്രചരണകാലം ഉണ്ടായിട്ടില്ല. ആ പ്രചരണകാലത്തിനൊടുവിൽ വിദ്വേഷം ഉണ്ടായി, ഇലക്ഷൻ ഡക്കോറം പാലിക്കപ്പെട്ടില്ല എന്ന് മോഹൻ ഭഗവത് പറയുന്നത് മോദിയെയും RSSനെയും ഉദ്ദേശിച്ചേ അല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. തീർച്ചയായും ശ്രീ മോഹൻ ഭഗവത് എന്ന RSSന്റെ സുപ്രീമോ സർ സംഘാലക് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്ത സമയം, അതിന് തിരഞ്ഞെടുത്ത വേദി, അതിന് തിരഞ്ഞെടുത്ത വാക്കുകൾ, ഇതെല്ലാം തന്നെ വളരെ വളരെ പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. നോക്കൂ, ഏതാണ് ആ വേദി? RSSന്റെ സീനിയർ കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന ഒരു ഇൻഹൗസ് മീറ്റാണ്. പക്ഷെ അവിടെ ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും പൊതുസമൂഹത്തിലേക്ക് ഈ വാക്കുകൾ പോകും എന്ന് അറിയാനുള്ള ത്രാണിയുള്ള ആൾ തന്നെയാണ് ശ്രീ മോഹൻ ഭഗവത്. അപ്പോൾ ഇത് വേണമെങ്കിൽ പറയാം, ശ്രീ ഷാബു പ്രസാദ് ഒക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം, RSSന്റെ നേതാവിന്, സർസംഘാലകിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ മോദിയെ നേരിട്ട് കണ്ട് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായും. പക്ഷെ ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം, മോദി എന്ന വ്യക്തി, മോദി 1.0, മോദി 1.2.0, ഇത് കഴിഞ്ഞ് ഇപ്പോൾ മോദി 3.0യിലേക്ക് വരുമ്പോൾ വ്യക്തമായ ഒരു ബിംബവൽക്കരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമെല്ലാം ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ശ്രീ ലക്ഷ്മി, മോദി ഇപ്പോൾ സംഘപരിവാർ എന്ന് പറയുന്നത് സംഘാണ് എന്ന് പറഞ്ഞാൽ സംഘപരിവാറാണ്. അവർക്ക് സംഘടന സംഘടനാദ്യം അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ സംഘടന എന്ന നിലപാടുള്ളവരാണ്. അതിന് മുകളിലേക്ക് ഒരു അധികായനെ പോലെ ഏതെങ്കിലും മോദി അല്ല ഏതെങ്കിലും വ്യക്തി വരുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ മോദി അധികായനെ പോലെ വളരുന്നു. ലാസ്റ്റ് BJPക്ക് NDAക്ക് ഗ്യാരണ്ടി എന്ന് പോട്ടെ, BJPക്ക് ഗ്യാരണ്ടി എന്നത് പോട്ടെ, മോദിക്ക് ഗ്യാരണ്ടി എന്ന് മാത്രം പറയുന്നു. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു, രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പറയാത്തതുപോലെ ഞാൻ തന്നെ എന്നെപ്പറ്റി പറയുന്നത് പോലെ മോദിക്ക് അദ്ദേഹം തന്നെ ഒരു യോഗത്തിൽ 16 തവണ, ഒന്നാം ഘട്ടം കഴിയും വരെ, അത് കഴിഞ്ഞപ്പോൾ കളി മാറിയായിരുന്നല്ലോ, അങ്ങനെ പറയുന്നു. അപ്പോൾ അതിലുള്ള ഒരു ചുരുക്കാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ തെറ്റായ വഴിയിലുള്ള പോക്കിലുള്ള ആത്മാർത്ഥമായ RSSനുള്ള പ്രശ്നമാണോ ശ്രീ മോഹൻ വർഗീസ് ഇന്ന് നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ ഓർഗനൈസർ കാണുന്നത്? അതെ, ഇത് ചുരുക്കാണെന്ന് പറയാനാവില്ല. ഇതൊരു ട്രാക്ക് തെറ്റി ഒരു പാളത്തിലൂടെ പോകുമ്പോൾ അതിനെ ട്രാക്കിലാക്കി മാറ്റാനുള്ള RSSന്റെ ഒരു തിരുത്തൽ നടപടി. ഇവിടെ യഥാർത്ഥത്തിൽ പരിവാർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഫാമിലിയുടെ ഒരു അച്ചുതണ്ട് എന്ന് പറയുന്നത് RSS തന്നെയാണ്, സ്വയം സേവക് സംഘ് തന്നെയാണ്. തീർച്ചയായിട്ടും 1925 രൂപീകരിക്കപ്പെട്ട RSSന് അതിൻ്റെതായ സീനിയോറിറ്റി ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം 1980 വന്നതാണ്. അത് മുൻപുണ്ടായിരുന്ന ജനസംഘത്തിൽ നിന്ന് ജനതാ പാർട്ടിയായി മാറി. പിന്നീട് അത് ഭാരതീയ ജനതാ പാർട്ടി 1980 ഒരു സ്വതന്ത്ര വ്യക്തിത്വമാകുകയാണ്. സ്വതന്ത്ര വ്യക്തിത്വം എന്ന് പറയുമ്പോഴും ആ വ്യക്തിത്വത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡബിൾ മെമ്പർഷിപ്പ് ജനതാ പാർട്ടിക്കുള്ളിൽ അനുവദിക്കില്ല എന്ന കർശനമായ തീട്ടൂരം, അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇല്ല ഞങ്ങൾക്ക് ആ ഡബിൾ മെമ്പർഷിപ്പ് വേണം, RSSൽ നിന്നും ഞങ്ങളെ വിട്ടു കാണാനാവില്ല എന്ന ഉഗ്രമായ പ്രഖ്യാപനമായിരുന്നു BJPയുടെ പിറവിക്ക് തന്നെ 1980 പിറവിക്ക് തന്നെ കാരണം. അതുകൊണ്ട് എക്കാലത്തും വെറും പുക്കിൾക്കുടി ബന്ധം മാത്രമല്ല, ഗാഠമായ ഒരു ബന്ധമുണ്ട്. ഒരു കേഡർ സംഘടന എന്ന നിലയിൽ BJPക്ക് അങ്ങനെയുണ്ട്. പക്ഷേ നോക്കൂ ശ്രീ ഹാഷ്മി,
കേഡർ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഒരു കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു മാസ് പാർട്ടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ മാസ് പാർട്ടിയുടെ ഡൈനമിക്സ് എന്ന് പറയുന്നത് വിവിധ പാർട്ടികളിലെ അംഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ബിംബം, അവരെ ഒരുമിച്ച് നിർത്താൻ ഒരു വലിയ ബിംബം ആവശ്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി എന്ന ഒരു ബിംബം അവിടെ അവതരിക്കുകയാണ്. ആ ബിംബം ആദ്യ സമയത്ത് RSS കൂടി പ്രവർത്തിച്ചിട്ടാണ്. 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് RSS പ്രകടമായി പ്രവർത്തിച്ചത്. അത് 1984 തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രയോജനം ലഭിച്ചത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജീവ് ഗാന്ധിക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത്. അന്നേരമാണ് 400 സീറ്റിലേക്ക് കോൺഗ്രസ് പോയത്, 414 സീറ്റിലേക്ക് പോയി. പക്ഷേ ആദ്യമായിട്ടാണ് BJPക്ക് നേരിട്ടുള്ള പ്രയോജനം. ഈ മൻമോഹൻ സിംഗിൻ്റെ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ പതനം അത് സാധ്യമാക്കിയത് RSSൻ്റെ ചിട്ടയായ പ്രവർത്തനമാണ്. 50,000-ൽ പരം ശാഖകളാണ് ഇന്ത്യ ഒട്ടാകെ RSSന് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരു നല്ല ഭാഗവും അതിപ്പോൾ കണക്കുകൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 20 ലക്ഷം ചെറിയ യോഗങ്ങൾ കൂടി ഇപ്രാവശ്യവും നേരിട്ട് ഇടപെട്ടില്ല എന്ന് പറയുമ്പോഴും ആ രംഗമൊരുക്കാൻ, തെരഞ്ഞെടുപ്പിന് രംഗമൊരുക്കാൻ വേണ്ടി ഡൽഹിയിൽ തന്നെ 1,20,000 ചെറിയ 10-15 പേരുടെ കൂട്ടമാണ്. ചെറിയ ഫാമിലി യോഗങ്ങൾ കൂടി. അത് ഇന്ത്യ ഒട്ടാകെ യോഗങ്ങളാണ് കൂടി ലേഖനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങില്ല നിങ്ങൾ പറയുന്നു. ഒരു കാര്യം, BJPക്ക് വേണ്ടി താഴെ പ്രവർത്തിക്കുന്ന കാലാൾപ്പടയല്ല ഞങ്ങൾ. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോ, അല്ല ഞങ്ങളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടോ എന്നുകൂടി ചോദിക്കുന്നു. ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വരും മുമ്പ് ഇന്ന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത് കേൾക്കാം. अयोध्या की सीट हार गए, राम मंदिर बनाया, उसमें इनॉग्रेशन में एक गरीब व्यक्ति आपने नहीं देखा होगा, एक किसान नहीं था, एक मजदूर नहीं था, एक पिछड़ा नहीं था, एक दलित नहीं, आदिवासी राष्ट्रपति से कहते हैं तुम यहां नहीं आ सकती। और आपने वहां पे देखा अदानी जी खड़े थे, अंबानी जी खड़े थे, देश के अरबपति खड़े थे, पूरा बॉलीवुड खड़ा था, क्रिकेट की टीमें खड़ी थी, मगर एक गरीब व्यक्ति नहीं खड़ा। तो जवाब अयोध्या की जनता ने भी दिया है। और सिर्फ अयोध्या में नहीं भाइयों और बहनों, सिर्फ अयोध्या में नहीं, वाराणसी में जान बचा के निकले हैं प्रधानमंत्री। രാഹുൽ ഈശ്വർ, ഇവിടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ആ പരിപാടിക്ക് എത്തി. ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് നടുവിൽ നിന്നുകൊണ്ട് രാഹുൽ നന്ദി പ്രകാശന പ്രസംഗം നടത്തുന്നത് യുപിയിലാണ്. ഏത് യുപിയിൽ? അയോധ്യയുടെ ചിറകേറി രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് BJP യാത്ര തുടങ്ങിയ അതേ യുപിയിൽ അയോധ്യ, സീതാപൂർ, ശ്രാവസ്തിയൊക്കെ നഷ്ടപ്പെട്ട BJP വാരണാസിയിൽ ഒരു പാവം അജയ് റായോട് മോദി മുട്ടടിച്ച് ജയിച്ച UP. അന്നു മുതൽ എന്തായാലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടില്ല മോദി. പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലും പാർലമെന്ററി പാർട്ടി യോഗത്തിലും ജയ് ജഗന്നാഥ് എന്നാണ്. രാമനെ വിട്ടു. അയോധ്യക്കാർ ട്രൈറ്റേഴ്സ് ആണ്, വഞ്ചകരാണ്, ഗദ്ദർ എന്ന് വിളിക്കുകയാണ് അവിടുത്തെ BJP MP സാക്ഷി മഹാരാജ്. രാമനെ കേവലം വോട്ടായി മാത്രം കണ്ടവരോടുകൂടിയല്ലേ RSS പറയുന്നു അഹങ്കാരം നിർത്തുവെന്ന്? ശ്രീ രാഹുൽ ഈശ്വർ, ഇല്ല, രാഷ്ട്രീയത്തിന് അതീതമായി രാമൻ നമ്മുടെ പൊതുധാരയാണ്. അതാണ് മഹാത്മാഗാന്ധിക്ക് രാമൻ ഉണ്ടായിരുന്നത്, രാമരാജ്യം ഉണ്ടായിരുന്നത്. ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചാലും, ജയ് ശ്രീരാം എന്ന് വിളിച്ചാലും, ഇൻഷാ അല്ലാഹ് എന്ന് വിളിച്ചാലും, ഗോഡ് ബ്ലസ് എന്ന് വിളിച്ചാലും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇവിടെ 2 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഞാൻ അയോധ്യയിൽ പ്രാണപ്രദർശനത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അതോടൊപ്പം അന്ന് തന്നെ ധന്യപൂർ പള്ളിയിൽ ജയ് ശ്രീറാമും ജയ് ജഗന്നാഥും ജനതാ ജനാർദ്ദനും ഒക്കെ ഒന്നാകുന്നത് ആത്മാർത്ഥമായ ഹൃദയത്തിൽ വിശ്വാസികളുടെ കാര്യമല്ല എന്ന് പറയുന്നത്. ഇപ്പോ ജയ് ശ്രീറാം എന്നത് രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ ഇല്ല, ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ ജയ് ശ്രീറാം എന്ന് മാത്രം വിളിച്ചു വരുന്ന ഒരാൾ അയോധ്യയിൽ, വാരണാസിയിലെ കഷ്ടിച്ചുള്ള ജയം, അയോധ്യയിൽ, സീതാപൂരിൽ, ശ്രാവസ്തിയിൽ തുടങ്ങിയ ആ മേഖലയിൽ ഒന്നാകെ പരാജയപ്പെട്ടതിന് ശേഷം ജയ് ശ്രീറാം വിട്ട് ജയ് ജഗന്നാഥിലേക്ക് പോകുമ്പോൾ അതിൽ മറ്റൊന്നുമില്ല, പ്യൂർ വിശ്വാസം മാത്രമാണ്. നിഷ്കളങ്കനാണോ രാഹുൽ ഈശ്വർ? അതൊരു കോൺസ്പിറസി തിയറിയാണ്. ആത്യന്തികമായി വിഷ്ണുവും ശ്രീരാമനും കൃഷ്ണനും എല്ലാം ഞങ്ങൾക്ക് ഒന്നാണ്. അതുകൊണ്ട് ജഗന്നാഥനും ഒന്നാണ്, ശ്രീരാമനും ഒന്നാണ്, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പരിപാടികളെല്ലാം രഘുപതി രാഘവ രാജാറിൽ തുടങ്ങിയിരുന്ന ഒരു രാഷ്ട്രപിതാവ് നമുക്ക് ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുറാൻ സൂക്തങ്ങൾ അമ്പലത്തിൽ വെച്ച് വായിപ്പിച്ചിരുന്ന മഹാത്മാ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ബ്രേക്കിംഗ് ന്യൂസിൽ തന്നെ വളരെ ശരിയായി സൂചിപ്പിക്കുന്നത് പോലെ മോദി കാ പരിവാർ എന്നത് മാറ്റാൻ നരേന്ദ്രമോദി എന്നെ മുമ്പോട്ട് ഒരു ആശയം വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം കഴിഞ്ഞു, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അന്ന് അദ്ദേഹത്തിന് കുടുംബമില്ല എന്ന് പറഞ്ഞ് ശ്രീ ലാലു പ്രസാദ് യാദവ് അധിക്ഷേപിച്ചപ്പോഴാണ് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത്. ഇനി അത്തരം കാര്യങ്ങളില്ല, ഇലക്ഷനും മറ്റും കഴിഞ്ഞുകൊണ്ട് മോദി കാ പരിവാർ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് തന്നെയാണ്. കാര്യം നമുക്കെല്ലാം ഒരു ഭാരത് കാ പരിവാർ മതി, അല്ലെങ്കിൽ ഇന്ത്യ കാ പരിവാർ മതി, ഇനി ഹിന്ദുസ്ഥാൻ കാ പരിവാർ മതി. പേരെന്ത് വിളിച്ചാലും നമ്മുടെ രാജ്യത്തിന്റെ പരിവാറാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കുടുംബമാണ് നമ്മളെല്ലാം. അപ്പൊ ഇത് വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മൾ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയുടെ സ്റ്റേറ്റ്മെന്റ് കാണേണ്ടത്. വളരെ സെൽഫ് കറക്ഷനിലായ ഒരു കാര്യമല്ലേ? അങ്ങനെ വിമർശിക്കുന്നതല്ലേ
നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ചൈതന്യവും ഒക്കെ. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കോഎക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. സർ, RSS ഒരു ആത്മീയ സംഘടനയായി ഏതോ റലത്തിൽ നിൽക്കുന്നതാണെന്ന് അങ്ങ് പറയല്ലേ? RSS രാജ്യത്തിന്റെ ശരി, RSSന്റെ BJPയുടെ നയത്തിൽ ഇടപെടുന്നില്ല എന്നൊന്നും പറയല്ലേ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിൽ രാജ്യം കാണുന്നത് എന്താണ്? രാജ്യം കാണുന്നത് പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടത്തോടെ പൂട്ടാനുള്ള എത്ര നീക്കങ്ങൾ നമ്മൾ കാണുന്നു. അവരുടെ നേതാക്കളെ മാത്രം തെരഞ്ഞെടുപ്പ് ജയിലിടാനുള്ള എത്രത്തോളം നീക്കങ്ങൾ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഇലക്ഷന്റെ ഫണ്ട് വിലക്കുക എന്ന അങ്ങേയറ്റം കടന്നുകയിൽ കൂടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടന്നില്ലേ? അങ്ങനെ നീക്കമൊന്നും ഉണ്ടാവാത്തപ്പോൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കണമെന്ന് പറയാത്ത RSS ഇലക്ഷൻ കഴിഞ്ഞ് മോദിക്ക് ഒരു അടി കേൾക്കുമ്പോഴേക്കും എന്താണ് പ്രതിപക്ഷത്തെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് അത്രയ്ക്കങ്ങ് ഈ അടിയേറ്റു എന്നൊക്കെ പറയുന്നത് മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ മറക്കരുത്. പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം മൂന്നാമതും ജയിച്ചു വന്നൊരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ശരിയാണ്, ഈ 400 അടക്കമുള്ള ഒരു നരേറ്റീവ് വലിയ തിരിച്ചടിയേറ്റു എന്ന് വേറെ സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല ശ്രീ മോദിജിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലെ. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ബെൻസ്വാരയിലെ പ്രസംഗം നല്ലതാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ തട്ടി ശ്രീ മോദിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും, RSSകാരനാണെങ്കിലും BJPക്കാരനാണെങ്കിലും മുസ്ലിം ലീഗുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പറയാൻ തോന്നില്ല. അവിടെ നമുക്കൊരു ഡെക്കോറും തിരിച്ചു വരേണ്ട, ഡിഗ്നിറ്റി തിരിച്ചു വരേണ്ട ആവശ്യം. അത് വളരെ മുതിർന്ന ഒരു സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയ പോസിറ്റീവ് അല്ലേ? അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയാണ് കട്ടർ ഹിന്ദു, അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഹിന്ദു മഹാത്മാഗാന്ധിയാണ്. മോഹൻ ഭാഗവത്ജി പറയുന്നത് ആ മഹാത്മാഗാന്ധിയെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ്. RSSന്റെ പ്രാതസ്മരണകളിലൊക്കെ ഗാന്ധിജിയുടെ മെൻഷൻ ഉണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി എന്ന സെൻട്രിസ്റ്റ് ബിംബത്തെ ആദരിച്ചു പോകുന്നവരാണ്. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുവെ 5 തരം ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത്. 2 ഇടതുപക്ഷ, 2 വലതുപക്ഷ ഹിന്ദുക്കൾ. അതിലൊന്ന് അംബേദ്കറൈറ്റ് ഹിന്ദുസും നമ്മുടെ ലെഫ്റ്റിസ്റ്റ് ഹിന്ദുസുമാണ് ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. വലതുപക്ഷത്ത് നിൽക്കുന്നത് സവർക്കറൈറ്റ് ഹിന്ദുസും സംഘ് ഹിന്ദുസുമാണ്. ഇവരെ 4 പേരെ കൂട്ടുന്ന സെൻട്രിസ്റ്റ് സ്പിയറാണ് ഈ ഗാന്ധിയൻ ഹിന്ദു എന്ന് പറയുന്നത്. അങ്ങനെ 5 ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ കോറായിട്ടുള്ളത്. പ്രശാന്ത് കിഷോർ മറ്റൊരു രീതി പറയുന്നുണ്ട് 4 ഹിന്ദുക്കൾ എന്ന രീതിയിൽ. ഇവരെ ഒരുമിച്ച് കൊണ്ടുപോലെ വേണ്ടത്. മഹാത്മാഗാന്ധി RSSന്റെ ശാഖകളിലും ക്യാമ്പുകളിലും പോയിട്ടില്ലേ? ആ ജാതിക്കെതിരെയുള്ള RSSന്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിച്ചിട്ടില്ലേ? അപ്പൊ RSSന്റെ ഭാഗത്തുനിന്ന് ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ഞങ്ങളുടെ കോർപ്പറേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഫീഡ് ഫോർവേഡ് വന്നാൽ അത് നല്ലതല്ലേ? ഞാൻ RSSകാരനല്ല, ഒരു ശാഖയിലും പോയിട്ടില്ല. പക്ഷെ RSSന്റെ നേഷൻ ബിൽഡിംഗിൽ വലിയൊരു റോളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പക്ഷം സംഘടനകളിൽ ഒന്നാണ്. അവരുടെ ഏറ്റവും താങ്കൾ പറഞ്ഞ RSS എന്നാൽ ഏത് സംഘടനയായാലും അത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് നല്ലതാണ്. പക്ഷേ അത് മണിപ്പൂർ കത്തുന്ന സമയത്ത്, മോദി അടക്കം ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത സമയത്ത്, അവിടെ കൂട്ടബലാത്സംഗം നടക്കുന്ന സമയത്ത് പറയണ്ടേ? പ്രതിപക്ഷ വേട്ട നടക്കുന്ന സമയത്ത് പറയണ്ടേ? ഇത്തരത്തിലുള്ള വിദ്വേഷ സമയത്ത് പറയണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവാ? അപ്പൊ അതിനെങ്ങനെയാണ് അതിനെ അത്ര ശുദ്ധമായ ഒരു കറക്ഷൻ പ്രോസസ് എന്ന് പറയാൻ കഴിയും? നമ്മുടെ മണിപ്പൂർ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനേറ്റം ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒറ്റ അടി മാത്രം നിർത്താം. കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും ഗോത്ര, ഗുജറാത്ത് അല്ലെങ്കിൽ മണിപ്പൂർ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ്. അതിൽ ആര് വെക്കാനും ആര് മുമ്പോട്ട് വന്നാലും അതിനെ പോസിറ്റീവായി കാണണം. എല്ലാത്തിനെയും നെഗറ്റീവായി കണ്ട് മോശമാണ്, ഇതിന്റെ പിന്നിൽ വേറെ അജണ്ടയാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് വളരെ പോസിറ്റീവായ കൺസ്ട്രക്റ്റീവായ ഒരു ഫീഡ്ബാക്ക് ആണ്. അതിനെ അങ്ങനെ എടുക്കാതെ പോകുന്നത് നമ്മളുടെ ദോഷൈക ദൃക്കുകളാണ്. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ രാഹുൽ ഈശ്വർ നരേന്ദ്രമോദി വിരോധിയല്ല, നരേന്ദ്രമോദി ആരാധകൻ കൂടിയാണ്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നു ബെൻസ്വാഡയിൽ അത്ര വലിയ വർഗീയത പറഞ്ഞിട്ടും അവിടെ തോറ്റു. നരേന്ദ്രമോദി പ്രകടമായി പച്ചവർഗീയത പറഞ്ഞ സ്ഥലങ്ങളിൽ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും BJP തോറ്റു. അപ്പോൾ രാജ്യം തള്ളി പോട്ടെ. പക്ഷേ രാഹുൽ ഈശ്വർ പറയുകയാണ് ബെൻസ്വാഡയിൽ പറഞ്ഞതിനെ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നവർ പോലും അംഗീകരിക്കില്ല. അപ്പോൾ RSS അതിനോടക്കം പ്രതികരിക്കുകയാണ്, അന്തസ്സുള്ള പ്രചരണം നടത്തൂ എന്ന് പറയുകയാണ്. രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു നിഗമനത്തിലെത്താനും അത് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാനതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാനതിനെ അങ്ങനെയല്ല കാണുന്നത് എന്നും വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ശ്രീ ഷാഫി ചാലിയം സാഹിബ് ഇവിടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറയട്ടെ. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, അതായത് ഒരു RSSന് ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള RSSന്റെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് 2024 തെരഞ്ഞെടുപ്പ്. അത് ആ RSSന്റെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള RSSന്റെ സ്വപ്നം ഇനി മോദിയെ കൊണ്ട് നടക്കാത്തത് കൊണ്ട് വേറെ ആളെ നോക്കുകയാണ്. ഇങ്ങനെ കുറേ പറഞ്ഞു. അതായത് എന്നാൽ ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് തിരുത്തുകയാണ്. RSSന്റെ കാഴ്ചപ്പാട്, RSSന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിനെ ഹിന്ദുരാഷ്ട്രം ആക്കുക എന്നുള്ളതല്ല. RSSന്റെ നിലപാട് ഈ രാജ്യം
ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ്. ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പരമവൈഭവമാണ് RSSൻ്റെ സ്വപ്നം. അല്ലാതെ ഇതിനെ ഹിന്ദു രാഷ്ട്രം ആക്കുക എന്നുള്ളതല്ല. കാര്യം ഓൾറെഡി ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് തന്നെയാണ്. അത് താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും RSSൻ്റെ നിലപാടും RSSൻ്റെ വ്യക്തമായ, വളരെ ഒരു കൺഫ്യൂഷനുമില്ലാത്ത അബ്സല്യൂട്ട് ക്ലാരിറ്റിയുള്ള RSSൻ്റെ സ്റ്റാൻഡാണത്. ഇനി മറ്റൊന്ന്, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് ഇവിടെ ഈ ബൻസ്വാരയിലെ പ്രസംഗത്തിനെ പറ്റിയും അത് ഈ മോഹൻജി ഭഗവത് നടത്തിയത് RSSനോട് അല്ല BJPക്കും നരേന്ദ്രമോദിക്കുമുള്ള മുന്നറിയിപ്പാണ് എന്നുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ശരിയായിക്കോട്ടെ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നരേന്ദ്രമോദിയും മോഹൻജി ഭഗവതും സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകന്മാരാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നതിനപ്പുറമാണ്. 5 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ബന്ധമാണത്. അത്രത്തോളം ഹൃദയം കൊണ്ട് ബന്ധമുള്ളവർ തമ്മിലുള്ള അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഈ മാധ്യമങ്ങൾക്ക് ഈ രീതിയിലുള്ള ചർച്ച ചെയ്യാനുള്ള ഇട കൊടുത്തുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ ആവശ്യമേ ഇല്ല. അത് വളരെ 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 ക്ലിയറാണത്. അതിൻ്റെ അകത്ത് പിന്നെ നിങ്ങളുടെയൊക്കെ TRP റേറ്റിങ്ങിൻ്റെയും വ്യൂവർഷിപ്പിൻ്റെയൊക്കെ വയറ്റുപഴപ്പിൻ്റെ പ്രശ്നമല്ലേ, അത് നടക്കട്ടെ. അതിനെ നമ്മൾ താങ്കൾ പറയുന്നത് പോലെ മോദിയോട് പറയാനുള്ളത് അങ്ങനെയെങ്കിൽ മോദിയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഇങ്ങനെ യോഗം വിളിച്ച് ക്യാമറകൾക്ക് മുന്നിൽ ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ TRP റേറ്റിംഗിന് വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാധ്യമങ്ങൾ ചർച്ചയാക്കും എന്നറിഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുടനീളം RSSും BJPയും തമ്മിൽ എന്താ വളരെ വ്യക്തമായ റിഫ്റ്റ് ഉണ്ട്. UPയിൽ അടക്കം RSS ഗ്രൗണ്ടിൽ ഇറങ്ങുന്നില്ല എന്ന് പല ആളുകൾ ആവർത്തിച്ച് പറയുമ്പോഴും RSS ഒരു വാക്ക് പറഞ്ഞോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കേണ്ട സമീപനത്തെക്കുറിച്ച് ഈ മോഹൻ ഭഗവത് നേരത്തെ പരിപാടി സംസാരിച്ചു. എന്താണ് 3ാം ഘട്ട പ്രചരണം തൊട്ട് മുമ്പ്? അപ്പോഴൊന്നും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനെ പ്രശ്നമില്ല. അല്ലെങ്കിൽ RSSന്റെ ആരെങ്കിലും ഒരാൾ BJP RSS തമ്മിൽ അങ്ങനെ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞോ? അതിനുശേഷം നായിഡു പറയുന്നു ഇത് പാഠമാണ്. അതിനുശേഷം എന്താണ് റാം മാധവ് പറയുന്നു ഇത് കോൺഗ്രസിന്റെ നേട്ടമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ പഴയ വെർച്വൽ തിരിച്ചു വരാൻ നല്ല കാലം പ്രതീക്ഷിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് താങ്കൾ പറയും മോഹൻ ഭാഗവത് BJP മോഡി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാം, താങ്കളുടെ സ്വാതന്ത്ര്യം. ഷാബു പ്രസാദ് ഇനി പറയട്ടെ. ഇനി ഒന്നടങ്ങ്. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ മുഴുവനും RSSനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും RSS ശ്രദ്ധിക്കാറില്ല. അതിനൊന്നും മറുപടി പറഞ്ഞ് നടക്കാറുമില്ല. അങ്ങനെ ഒരു പതിവ് RSSന്റെ പ്രവർത്തന പദ്ധതിയിൽ ഇല്ല. RSS അവഗണിച്ചു വിടുകയേ ചെയ്യുള്ളൂ. RSS അതിന്റെ കാര്യങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി അങ്ങനെയാണ് സാർ. താങ്കൾ എന്നെ പഠിപ്പിക്കല്ലേ? രത്തൻ ശാർദ എന്ന് പറയുന്ന മുതിർന്ന RSSന്റെ ആള് അവരുടെ മുഖമാസികയിൽ എഴുതുന്നു, നഡ്ഡയോട് നഡ്ഡയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. അപ്പൊ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലേ? പറയുന്നത് കേൾക്കൂ. അതായത് RSSന്റെ അദ്ദേഹം RSSുമായിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രാഭിപ്രായങ്ങൾ എവിടെയും പറയാം. അദ്ദേഹം അത് പറയുന്നു. ഇപ്പം ഇവിടെ രാഹുൽ ഈശ്വറൊക്കെ ഇവിടെ അന്ന് കഠിനമായി വിമർശിച്ചൊരു കാര്യമുണ്ട്. ശബരിമല ഇഷ്യൂ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ശബരിമലയിൽ അതിനെപ്പറ്റി RSSന്റെ മുതിർന്ന പ്രചാരകൻ എഴുതിയത് കേസരിയിലാണ്. RSSന്റെ മുഖപത്രമായ കേസരിയിലാണ്. പക്ഷേ RSSന്റെ നിലപാട് എന്തായിരുന്നു? RSSന്റെ അകത്ത് ഇത് സാധ്യമാണ് സാർ. പറയുന്നത് കേൾക്കൂ. RSSന്റെ അകത്ത് ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളെ, സ്വതന്ത്ര അഭിപ്രായങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി RSSനുണ്ട്. അത് ഇവിടെ സാധ്യമാണ്. നിങ്ങൾ ദേശാഭിമാനിയെയും ചന്ദ്രികയെയും മറ്റൊന്നും ഉദാഹരിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രങ്ങളെയും RSSന്റെ നിലപാടുകളെയും കാണുന്നതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. കണ്ണുപൊട്ടനാണ്. ഇനി ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഇത് ഈ പറഞ്ഞത് ഇനിയും ഇവിടെ അദ്ദേഹം നടത്തിയത് ഇവിടെ വളരെ അപൂർവമായിട്ട് മാത്രമേ, വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ സർസംഘചാലക്ക് പൊതുവേദികളിൽ നിന്നല്ല ഈ രീതിയിലുള്ള പബ്ലിക് അഡ്രസ്സ് ഉണ്ടാവാറുള്ളൂ.
ഇതിൻ്റെ സംഘസ്ഥാപനമായ വിജയദശമി പ്രഭാഷണം ഉണ്ടാകും. അതേപോലെ ഈ തൃതീയ വർഷ സംഘശിക്ഷാവർഗിൻ്റെ സമാപന വേളയിലുണ്ടാകും. അങ്ങനെ വളരെ വളരെ കുറച്ച് വേദികളിലെ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. അങ്ങനെ പബ്ലിക്കിലേക്ക് വരാറുള്ളൂ ഈ രീതിയിൽ. അതിൻ്റെ അകത്ത് അങ്ങനെ പറയുമ്പോൾ ഈ നിലവിലുള്ള രാജ്യത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. അത് രാജ്യത്തോട് പൊതുവായിട്ടാണ്, ഈ രാജ്യത്തോടും പ്രവർത്തകരോടും പൊതുവായിട്ട് നടത്തുന്നതാണത്. അതിനുള്ള കാര്യം രാംമാധവ് പറയുന്നതിന് അല്ലെങ്കിൽ BJP RSSന് വിവിധ നേതാക്കൾ പറയുന്ന ഒന്നും മോഹൻ ഭഗവത് പറഞ്ഞ ബന്ധമില്ല എന്ന് താങ്കൾ പറയുന്നു, താങ്കളുടെ വിശ്വാസം. ഓക്കെ, ഷാഫി ചാലിയം, RSSന്റെ അഭിപ്രായം എന്ന് പറയുന്നത് RSSന്റെ പ്രതിനിധി സഭ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഔദ്യോഗിക ഒറ്റ കാര്യം കൂടെ എന്താ കഴിഞ്ഞു. അതായത് ഇവിടെ രാഹുൽ ഈശ്വർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചർച്ചകളിലും ഈ കോമൺ സിവിൽ കോഡ് ചർച്ചയ്ക്ക് വരുമ്പോൾ ഉടനെ അദ്ദേഹം ചാടി പിടിക്കുന്നൊരു പേരുണ്ട്. സംഘത്തിന്റെ ദ്വിതീയ സർസംഘയിലായിരുന്ന ഗുരുജി ഗോൾവൽക്കറിന്റെ നിലപാടിനെ പറ്റി അദ്ദേഹം അതിനെതിരായിരുന്നു. അതെ, ഗുരുജി ഗോൾവൽക്കർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ RSSന്റെ നിലപാട് അതല്ല. ഇത് വളരെ വ്യക്തമാണ്. അവകാശമുണ്ട്. അങ്ങനെ തന്നെയാണ്. ഷാഫി ചാലിയം, ഇവിടെ ഇപ്പൊ ഷാഫി ചാലിയം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ RSS വിരുദ്ധമായ നിലപാടുകൾ എഴുതി ഓർഗനൈസർ അയച്ചു കൊടുത്താൽ അതിൽ പ്രസിദ്ധീകരിക്കും ഷാഫി. അങ്ങനെയാണ് ഷാബു പ്രസാദ് പറയുന്നത്. അതിന്റെ അകത്ത് മെറിറ്റ് സാബു പ്രസാദ് ചില സമയത്ത് സത്യം പറയാറുണ്ട്. അത് അബദ്ധത്തിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് RSSന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ആർട്ടിക്കിളുകളൊക്കെ ഈ കേസരിയിൽ വരാറുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ, കേസരിയിൽ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള RSSകാരുടെ ലേഖനം വരാറുണ്ട്. പക്ഷെ RSSന്റെ ഔദ്യോഗികമായ ഒരു പുസ്തക പ്രസിദ്ധീകരണ പബ്ലിഷിംഗ് വിങ്ങല്ലേ കുരുക്ഷേത്ര, അങ്ങല്ലേ അതിൻ്റെ മാനേജറായിട്ട് ഇരിക്കുന്നത്. ഈ കുരുക്ഷേത്ര RSSന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. RSSന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ സാധനം കുരുക്ഷേത്ര പുസ്തകമായി അച്ചടിച്ചിറക്കോ? ഞാൻ പറയുന്നു, RSSന്റെ ശബരിമലയിലെ കാഴ്ചപ്പാട് കേരളത്തിലെ RSSന്റെ ഞാൻ നിങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സമാധാനത്തിൽ താങ്കളുടെ ചോദ്യത്തിന് ചുരുങ്ങിയ വാക്കുകൾ വേണേ മറുപടി. സാബുവിന്റെ മറുപടി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ സമയം നിങ്ങൾക്ക് തരാം. ഞാൻ ആളെ പേര് പറയട്ടെ. R ഹരി എഴുതിയ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന പുസ്തകം കുരുക്ഷേത്ര പ്രസിദ്ധീകരിച്ചതാണ്. ആ പുസ്തകം RSSന്റെ നയം സ്ത്രീ പ്രവേശനത്തിന് എതിരാണെങ്കിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ടുള്ള ഒരു പുസ്തകം ഈ ഔദ്യോഗികമായ കുരുക്ഷേത്രം എങ്ങനെ പുറത്തിറക്കുക ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുക. അതിനങ്ങ് മറുപടി പറയും. പിന്നെ വേറൊരു കാര്യം അങ്ങ് ചോദിച്ചു എന്നോട്, RSSന്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമല്ല. ഞാനിത് നോട്ട് ചെയ്യുന്നു. HV ശേഷാദ്രി ആരായിരുന്നു? അദ്ദേഹം RSSന്റെ ഉയർന്ന സ്ഥാനം വഹിച്ചാണ്. അദ്ദേഹത്തിൻ്റെ RSS വിഷൻ ഇൻ ആക്ഷൻ എന്ന പുസ്തകം, അത് നിങ്ങളെ കുരുക്ഷേത്രം തന്നെയാണ് തോന്നുന്നുണ്ട്, RSS സങ്കല്പം കർമ്മപഥത്തിൽ എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണമാണ് സംഘം ലക്ഷ്യമിടുന്നത് എന്ന് അതിൽ വ്യക്തമായിട്ടുണ്ട്. വേണമെങ്കിൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈബ്രറിയിൽ നിന്ന് ആ ഭാഗം ഞാൻ സാബു പ്രസാദ് ചേട്ടനെ ഞാൻ അയച്ചു തരാം. ഇനി അങ്ങ് പറയൂ. ഇനി ഒരു കാര്യം അദ്ദേഹം ചോദിച്ചു. ഞാൻ ഇപ്പോൾ കുരുക്ഷേത്രയുടെ ജനറൽ മാനേജരല്ല, ഞാൻ കുരുക്ഷേത്രയുടെ ജനറൽ മാനേജരായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഹരിയേട്ടൻ്റെ മാറ്റുവിൻ ചട്ടങ്ങളെ കുരുക്ഷേത്രയിലൂടെ തന്നെ പ്രസിദ്ധീകരിച്ചത്. അത് ഇന്നും വിൽക്കുന്നുമുണ്ട്.
അതിൻ്റെ അകത്ത് പ്രശ്നമില്ല സാർ. ഓക്കെ. അതായത് ഹരിയേട്ടന്റെ അഭിപ്രായം പറയാനും ശബരിമലയിൽ സ്ത്രീകളെ കയറാം എന്ന് പറയുന്ന ഒരു പുസ്തകം RSSന്റെ സംഘപ്രസിദ്ധീകരണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ഒരു നിലപാടാണത്. ശരി, ഓക്കെ രാഹുൽ, ഓക്കെ രാഹുൽ. മറ്റൊന്ന് ഒരു കാര്യത്തിൽ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് യോജിക്കുക. ഞാനും ശ്രീ ടി ജി മോഹൻദാസ് അടക്കം എത്രയോ ചർച്ചകൾ പരസ്പരം അടികൂട്ടിയിട്ടുണ്ട്. RSSൽ തന്നെ വ്യത്യസ്ത ഹെൽത്തി ആയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ശ്രീ രവിശങ്കറിന് മാത്രം അവതാരത്തിന് രണ്ട് അഭിപ്രായമായിരുന്നു. പിന്നാണോ നമ്മൾ സാധാരണക്കാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഗോപാലന്റെ മാസ്റ്ററുണ്ട് ശബരിമല യുദ്ധയിൽ കയറണം എന്നുള്ളതായിരുന്നു. RSSനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര സംരക്ഷണം ഒതുക്കുന്ന വേണ്ടെന്നുള്ളതായിരുന്നു. കുമ്മനം ചേട്ടന് ശ്രീ സുരേഷ് ഗോപിക്കും ഒക്കെ ശബരിമലയുടെ വിശ്വാസങ്ങൾ നിലനിൽക്കണമെന്നായിരുന്നു. മറ്റു ചില ആൾക്കാർക്ക് വേണ്ടായിരുന്നു. അതൊക്കെ ഒരു ഹെൽത്തി ഡിഫറൻസ് ആണ്. പക്ഷെ നമ്മളോട് ഓർക്കേണ്ട കാര്യം അവിടെ ശ്രീ ഷാഫി ചാലിയോട് ഉള്ളതെന്ന് പറയുകയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ശബരിമല പ്രക്ഷോഭത്തെ പിന്തുണച്ച് വന്നത് മുസ്ലിം ലീഗാണ്. അത് നമ്മുടെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എന്നും എഴുതപ്പെടേണ്ട കാര്യമാണ്. എനിക്ക് ഇന്നും ആവേശവും ആനന്ദമാണ്. എന്റെ അമ്മമാര് അല്ലെങ്കിൽ എന്റെ മുത്തശ്ശി അമ്മയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അവർ വഴിയിലൂടെ ശബരിമല പ്രക്ഷോഭത്തിന് പോകുമ്പോൾ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ നിന്നത് ഷാഫി ചാലിയത്തിന്റെ മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിലെ കുട്ടികളാണ്. അവരുടെ പച്ച പതാക വെച്ചുകൊണ്ടാണ് അവർ നമ്മുടെ ശബരിമല പ്രക്ഷോഭത്തെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്. അപ്പൊ ഇത്തരം ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു പാകിസ്ഥാൻ ആവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യമാണ്, മുസ്ലിങ്ങളുള്ള രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും മുസ്ലിങ്ങളുള്ള രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യാനികളുള്ള രാജ്യമാണ്. ഹിന്ദു പാകിസ്ഥാൻ എന്നുള്ള ആശയം നമ്മുടെ രാജ്യത്തെ ദോഷമാണ്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത രാഷ്ട്രം വേണ്ട. ഇത് രാഹുൽ ഈശ്വർ മാത്രമല്ല, ശ്രീ അമിത്ഷാ ഇന്ത്യ പറയുണ്ടായി ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തോട് ഞങ്ങൾക്ക് ആശയപരമായി യോജിപ്പില്ല, കോൺസ്റ്റിറ്റ്യൂഷനോട് യോജിപ്പെന്ന് പറയുന്നത് മോദിജിയുടെ സെക്കൻഡ് ഇൻചാർജ് ആയ സാക്ഷാൽ അമിത്ഷാ. ഇനി ഒരു ഇന്ത്യ രീതിയിൽ ഞാൻ അഭിമാനിയായ ഹിന്ദുവാണ്. കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. നമുക്ക് ഹിന്ദു പാകിസ്ഥാൻ വേണ്ട, ഹിന്ദുസ്ഥാൻ മതി, ഭാരതം മതി, ഇന്ത്യ മതി. നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ രാജ്യമില്ലേ? ശബ്ദ പ്രശ്നമുണ്ട്. ഇനി പിന്നെ ആരെങ്കിലും ഹിന്ദു പാകിസ്ഥാൻ ആക്കിയേക്കാം എന്ന് വിചാരിച്ച ഈ രാജ്യത്തെ ജനാധിപത്യം സമ്മതിക്കോ? സമ്മതിക്കില്ല എന്നല്ലേ വന്ന ഞാൻ ഷാഫിച്ചാലും ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഒരു മിനിറ്റ് തരോ? ഷാഫി പറഞ്ഞു. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. രാഹുൽ ഈശ്വർ ഇവിടെ കോട്ട് ചെയ്തു നാരങ്ങ വെള്ളം ഈ നാരങ്ങ വെള്ള കഥ കുറെ കാലമായി ഞങ്ങളെ ഇടതുപക്ഷവും മറ്റുള്ളവരൊക്കെ പറയുന്നു. ഇപ്പൊ അത് രാഹുൽ ഈശ്വർ എൻഡോസ് ചെയ്തു. യഥാർത്ഥത്തിൽ നാരങ്ങ വെള്ളത്തിന്റെ ഒരു ചരിത്രം അതൊന്നും അത് കെ സുധാകരൻ ശബരിമലയ്ക്ക് നടത്തിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കാണ് ഞങ്ങൾ എന്ത് ചെയ്ത് നാരങ്ങ വെള്ളം കൊടുത്തത്. അതിൽ അഡ്വക്കേറ്റ് കെ ഞങ്ങൾ RSSനും നാരങ്ങ വെള്ളം കളിക്കും. രാഹുൽ RSSകാർക്ക് നാരങ്ങ വെള്ളം കൊടുത്തിട്ടില്ല. RSSകാർക്ക് ലീഗ് നാരങ്ങ വെള്ളം കൊടുത്തിട്ടില്ല. ഇല്ല ശരി, നമ്മുടെ വിഷയം ശബരിമല നാരങ്ങ അല്ലാത്ത കാരണം മോഹൻ വർഗീസിലേക്ക്. ശരി ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നരേന്ദ്രമോദി ഒരു ബിംബമായി മാറുമ്പോൾ RSS അപ്രസക്തമാകുന്നു എന്ന തോന്നലാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുമ്പോൾ മോദി RSSുമായി കൺസൾട്ട് നടത്തിയിട്ട് രാജ്യം ഭരിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണെങ്കിൽ, ഇതാ ഇപ്പോൾ ഒരു സഖ്യ സർക്കാർ ആണെങ്കിൽ കൂടിയും BJPയുടെ കയ്യിലാണ് പ്രധാന വകുപ്പുകൾ. ആ പ്രധാന വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ശിവരാജ് സിംഗ് ചൗഹാനോ നഡ്ഡയോ ആ വകുപ്പുകളിലേക്ക് കടന്നുകൂടുന്നില്ല. കൃത്യം ഓഡിറ്റിയും തന്നെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 വകുപ്പുകളുള്ളത്. അതുകൊണ്ട് RSSന്റെ അങ്ങനൊരു ആഗ്രഹം RSS ഉണ്ടെങ്കിൽ അത് നടപ്പാകും. അതിന് വഴങ്ങും മോഡി എന്ന് ഇപ്പോഴും കരുതാൻ കഴിയുമോ ശ്രീ മോഹൻ വർഗീസ്? ഇവിടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ വിശാല അടിത്തറയിൽ നിന്നും പയ്യെ ഘട്ടം ഘട്ടമായി 2014 മോദി 1, 2019 മോദി 2. പക്ഷെ മോദി 1-ൽ നിന്നും മോദി 2-ൽ നിന്നും വ്യത്യസ്തമാണ് മോദി 3.0. ഇത് RSS കൂടി തിരിച്ചറിയുന്നു. ഇവിടെ പ്രധാനം വ്യക്തിക്കല്ല, മറിച്ച് ഐഡിയോളജിക്കാണ്, അവരുടെ കർമ്മ പദ്ധതികൾക്കാണ് പ്രാധാന്യം. ഇവിടെ മോദിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുകയാണ്. അത് വിജയിച്ചു വരാൻ അത് ആവശ്യമായിരിക്കാം, അതങ്ങനെ തന്നെ ചെയ്തു.
പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ RSSനെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കാൻ കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും അതിന് റണ്ണപ്പ് ടു ദി ഇലക്ഷനിലും RSSന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രസ്താവനയും വന്നില്ല. ആകെ വന്നത് JP നഡ്ഡയുടെ ഭാഗത്തു നിന്ന്. അദ്ദേഹം RSSകാരൻ തന്നെയാണ്. അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഒരു അഭിമുഖം കൊടുക്കുന്നത്. അതിലാണ് പറയുന്നത് BJP ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി ആയി കഴിഞ്ഞിരിക്കുന്നു. RSSന്റെ പിന്തുണ ഉണ്ട്, പക്ഷേ അത് അനിവാര്യമല്ല എന്ന ഒരു സൂചന നൽകുകയും അതിനുള്ള മറുപടി റാം മാധവ് അതേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിലൂടെ ശ്രീ റാം മാധവ് അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കഴിയുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിയുടെ ഒരു അജയ്യത, തീർച്ചയായിട്ടും മോദി വോട്ടുകൾ സ്വാംശീകരിക്കുന്നതിൽ ഒരു വലിയ മുതൽക്കൂട്ടായി. പക്ഷേ അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ വിധി. ഇവിടെ മുസ്ലിം ജനസാമാന്യം അല്ലെങ്കിൽ സെക്യുലറായി ചിന്തിക്കുന്ന മറ്റു ചില വിഭാഗങ്ങൾ ഇവരെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലനിൽക്കൂ എന്നൊരു ചിന്ത RSSനുണ്ട്. കാരണം രാഷ്ട്രം, നേഷൻ ഫസ്റ്റ് എന്നതാണ് RSSന്റെ ഫിലോസഫി. അപ്പോൾ അവിടെ RSSന്റെ ഫിലോസഫി തന്നെ അവിടെ അട്ടിമറിക്കപ്പെടാനൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും ഛിദ്രശക്തികൾ തലപൊക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ മാറിയാൽ ഈ തരത്തിലുള്ള നറേറ്റീവ്സ് രാജ്യത്തെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിദ്വേഷ ഒരു അന്തരീക്ഷം അത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ഒരുപക്ഷെ വിഘാതമാകും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചക ശബ്ദത്തിൽ അദ്ദേഹം മോഹൻ ഭാഗവത് ഒരു പ്രവാചക ശബ്ദത്തിൽ പറയുന്നു. ഇവിടെ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നരേന്ദ്രമോദിയോട് നേരിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ശ്രീ മോഹൻ ഭാഗവത് എന്തുകൊണ്ട് ഇത് RSSന്റെ വേദിയിൽ പറഞ്ഞു? എനിക്ക് തോന്നുന്നത് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നരേന്ദ്രമോദിയോട് സംസാരിച്ചാൽ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറും. ഇവിടെ മോദി BJPക്കുള്ളിൽ ഒരു ബിംബമായി മാറിക്കഴിഞ്ഞു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം മന്ത്രിസഭയിലെ ശക്തമായ വിലപേശലിന് കപ്പാസിറ്റി ഉള്ള റീജിയണൽ പാർട്ടീസിനെ ഒരു പരുവം വരെ അവരെ നിലക്ക് നിർത്തിക്കൊണ്ട് മോദി ആഗ്രഹിച്ച ടീമിനെ തന്നെ മോദിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഗവൺമെന്റിന് ദിശാബോധം നൽകാൻ മോദി എന്ന വ്യക്തിക്ക് കഴിയും. അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി വീണ്ടും ഒരു ബിംബമായി അവതരിപ്പിക്കുമ്പോൾ ഈ RSSന്റെ വിശാലമായ ലക്ഷ്യങ്ങൾ അത് ഒരുപക്ഷെ 2025 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. RSSന്റെ 100ാം വാർഷികമാണ്. ഈ പ്രവാചക സ്വരവും പ്രവാചക ശബ്ദവും ഉള്ളതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞത് വളഞ്ഞ വഴിയിൽ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ്. ഇത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും. ഇത് പറഞ്ഞ ഒരു മുസ്ലിം നേതാവല്ല, ഷാഫി ജാലിയത്താണല്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അല്ല, മുസ്ലിം ലീഗ് അല്ല. ഈ രാജ്യത്തെ നശിപ്പിക്കും യൂണിഫോം സിവിൽ കോഡ്. കാരണം വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാൻ നിങ്ങൾ നോക്കുകയാണ്. ഇത് അപകടകരമാണ്. നമുക്ക് വേണ്ടത് യൂണിറ്റിയാണ്, ഏകശിലാത്മകതയല്ല. അതേ സ്വരമാണ് മോഹൻ ഭഗവതിയിൽ നിന്ന് കേൾക്കുന്നത്. നമുക്ക് യൂണിറ്റിയാണ് വേണ്ടത്, യൂണിഫോമിറ്റി അല്ല. ശരി, രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കൂ, രാഷ്ട്രീയത്തിൽ അന്തസ്സ് കാണിക്കൂ, അഹങ്കാരം ഒഴിവാക്കൂ, മണിപ്പൂരേക്ക് നോക്കൂ എന്നൊക്കെ മോഹൻ ഭഗവത് പറയുന്നത് അത് ആരെ ഉദ്ദേശിച്ചാണെങ്കിലും, ഇനി ഷാഹു പ്രസാദ് പറയുന്ന പോലെ മോഡിയെ ഉദ്ദേശിച്ചാണെങ്കിലും അല്ലെങ്കിലും അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ. അത് പറയുന്നത് RSS ആണെങ്കിലും അല്ലെങ്കിലും രാജ്യത്തിന് മുന്നോട്ടുള്ള പോക്കിൽ അതിപ്രധാനമായ കാര്യവുമാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഇനി